വൈകുന്നേരം തുടങ്ങുന്ന തണുപ്പാണ് കേട്ടോ. രാവിലെ തന്നെ എന്തൊരു തണുപ്പാണ്. അതാണ് ഈ തൊപ്പിയൊക്കെ വെച്ച് വന്നിരിക്കുന്നത് കേട്ടോ. മൂക്കൊക്കെ ആണെങ്കിൽ അടഞ്ഞാണ് ഇരിക്കുന്നത്. ആകെ ജലദോഷമൊക്കെയാണ് കേട്ടോ. അങ്ങനെ ദേ പാറമോളി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പാറമോളാണെങ്കിൽ രാവിലെ തന്നെ കണ്ണിമാങ്ങ പറക്കുന്ന തിരക്കിലാണ് കേട്ടോ. ദേ ഈ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെ ദേ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഒരു ചൂട് ചായ അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് അടുക്കളയിൽ ഇരുന്ന് അങ്ങോട്ട് കുടിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പാറമോള് വരുന്നത്. അമ്മയെ തണുത്തിട്ട് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഈ ചൂട് ചായ ഒന്ന് കുടിക്കാൻ പറഞ്ഞിട്ട് പാറമോള് കൂതി കൊടുത്തു വിട്ടു. അവളുടെ വായ പൊള്ളിപ്പോൾ അവള് വേഗം പോയി. അങ്ങനെ ശ്രീചേട്ടൻ ദേ എന്തൊക്കെ തിരക്കാണെങ്കിലും ശ്രീചേട്ടന് പോയല്ലേ പറ്റുള്ളൂ. രാവിലെ തന്നെ ദേ വിളക്കൊക്കെ വെച്ച് പാവം ചുമക്കുന്നുണ്ടോ. കടയിലേക്കാണ് പോകുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ദേ അച്ചുമോൻ ഊട്ടിന്ന് വരുമ്പോൾ പാറമോൾക്ക് കുറേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് കൊടുക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാൻ. കണ്ടോ ഈ ഒരു വിമാനം, ഇത് റിമോട്ടിലുള്ളതാണ് കേട്ടോ. ഇത് ഇങ്ങനെ പറക്കുന്ന കാണാൻ നല്ല രസമാണ്. അപ്പോൾ അച്ചുമോൻ പാറമോൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ദേ മിഠായികൾ കൊടുത്തിട്ടുണ്ട്, മാഷ്മെല്ലോ കൊണ്ടുവന്നിട്ടുണ്ട്. പാറമോൾ പറയാം അതിലത്തെ പിങ്ക് കാണിച്ചു കൊടുക്കാം അമ്മേന്ന്. അവളെപ്പോഴും പിങ്ക് ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ. അങ്ങനെ ദേ ലബൂബ, ഇതിൻ്റെ മുഖം പോലെ ദേ ഇങ്ങനെയാണ് ഇരിക്കുന്ന അമ്മയെന്ന് പറഞ്ഞിട്ട് അതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ ദേ വാച്ചും, എന്തോരം സാധനങ്ങളാണ് പാറമോൾക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഞാൻ പറയാണ് കേട്ടോ. അങ്ങനെ അച്ചുമോന് ഓരോന്നോരോന്നായിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. വാച്ച് എടുത്ത് പാറമോളുടെ കയ്യിലൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റ് കത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പാറമോൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ശ്രീചേട്ടൻ ചോദിക്കുക ഞങ്ങൾക്കൊന്നുമില്ല അച്ചുമോനേന്ന്. അപ്പം അച്ചുമോൻ പറയില്ല അച്ഛ പാറോന് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ പാറമോൾക്ക് എന്തൊക്കെയോ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അച്ചുമോനും കടയിൽ പോകാൻ തിരക്കിലാണ് കേട്ടോ. ബ്രെഡ് ഞാൻ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചുമോൻ ആ ചോക്ലേറ്റിൻ്റെ മിഠായിയൊക്കെ അതിൽ വെച്ച് ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ ശ്രീചേട്ടൻ പോകാനുള്ള തിരക്കിൽ ഇറങ്ങിയപ്പോൾ വണ്ടിക്കും പനി പിടിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടി സ്റ്റാർട്ടായിട്ടോ. അങ്ങനെ അവർ പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ടാങ്കിൻ്റെ മുകളിൽ മയിൽ കയറിയിരിക്കുന്നു. അങ്ങനെ പാറമോൾ വീണ്ടും തുടങ്ങി കണ്ണിമാങ്ങ പറക്കല്. ഇത് കഴുകി ഉപ്പിലിട്ട് വെച്ചാൽ അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവളൊന്നും കഴിക്കില്ല, പക്ഷെ അവൾക്ക് കൊണ്ടുപോകണം. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. ബ്രെഡ് പുഴുങ്ങിയത്, പഴം പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത്. ബ്രെഡ് പുഴുങ്ങി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ബ്രെഡ് സാധാരണ കൊടുത്താൽ പാറമോൾ കഴിക്കില്ല, പക്ഷെ പുഴുങ്ങി കൊടുത്താൽ പാറമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ തന്നെ അതായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ ഇവിടെ ചാണകം മെഴുകാണ്. ഈ ചാണകം അമ്മയ്ക്ക് ഒരു ക്രേസാണ് ഗൈസ്. മുറ്റത്ത് അപ്പം ചാണകം മെഴുകും അമ്മ പൊടി വന്നാൽ. പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര കൂളിംഗ് ആണ്. അമ്മ ഇതെന്തിനാ ചാണം മെഴുകണേ? ചാണം മെഴുകണ മണ്ണ് തൂളാണ്ടിരിക്കാനാ. പാറുമോൾക്കാണെങ്കിൽ ചാണകത്തിന്റെ മണം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഇവിടെ മുഖം കയറ്റി പിടിച്ച് നിൽക്കാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു സാരില്ല പാറുമോളെ കുറച്ച് കഴിഞ്ഞ് നല്ല ഭംഗി ഉണ്ടാവുന്നു.